അതിലെ ആദ്യത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അമ്മ പൂ പറിച്ചു. രണ്ടാമത്തേതോ ആരതി മാല കോർത്തു. മൂന്നാമത്തേതാണ് നമ്മൾക്ക് എഴുതേണ്ടത്. നിമ്മിയും ആരതിയും മാല ചൂടി. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇതുപോലെ എഴുതുക. അടുത്തത് നിമ്മിയും ആരതിയും ഒരു കളി കളിച്ചു അല്ലേ. നിമ്മി പൂവ് എന്ന് പറയുമ്പോൾ ആരതി പൂക്കൾ, ഒന്നിൽ കൂടുതൽ ഉള്ളതിന് പൂക്കൾ എന്നും പറഞ്ഞു. അപ്പോൾ അത് ടീച്ചർ ബോർഡിൽ എഴുതി. ഇതെല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കണം. പൂവ്, ഒരെണ്ണമുള്ളതിനെ പൂവ് എന്നും ഒന്നിൽ കൂടുതലുള്ളതിനെ പൂക്കൾ എന്നും പറഞ്ഞു. എല്ലാവരും ബുക്കിൽ എഴുതിയെടുത്തോ? അടുത്തത് നിമ്മി മാല എന്ന് പറഞ്ഞപ്പോൾ ആരതി എന്തു പറഞ്ഞു? മാലകൾ, ഒന്നിൽ കൂടുതലുള്ളതിനെ മാല, മാലകൾ. അടുത്തത് നിമ്മി പഴം എന്ന് പറഞ്ഞപ്പോൾ ആരതി ഒട്ടും വിട്ടുകൊടുത്തില്ല, പഴങ്ങൾ. അതും ബുക്കിൽ എഴുതിയെടുക്കുക. പഴം, പഴങ്ങൾ. ഇത്രയും എല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കണം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൂവ്, പൂക്കൾ. മാല, മാലകൾ. പഴം, പഴങ്ങൾ. ഇതിൻ്റെ ബാക്കി നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കൾ ചേർത്ത് എഴുതാനാണ് ടീച്ചർ പറഞ്ഞത്. ഞാനിവിടെ ഒരു ഉദാഹരണം കാട്ടിത്തരാം. നിങ്ങൾ ഇതുപോലെയാണോ എഴുതിയത് എന്ന് നോക്കണം. ദാ നോക്കൂ. വീട്, വീടുകൾ. പക്ഷി, പക്ഷികൾ. നിറം, നിറങ്ങൾ. പൂമ്പാറ്റ, പൂമ്പാറ്റകൾ. പേന, പേനകൾ. മരം, മരങ്ങൾ. എല്ലാവരും ഇത് ബുക്കിൽ എഴുതിയെടുത്തോ? ശരി, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. കളങ്ങളിലെ പൂക്കളുടെയും പഴങ്ങളുടെയും പേരുകൾ കണ്ടെത്തി വട്ടം വരച്ച് എഴുതാനാണ് അടുത്ത പ്രവർത്തനം. ദാ ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതേപോലെയാണോ നിങ്ങളും അടയാളപ്പെടുത്തിയത് എന്ന് നോക്കുക. ദാ പൂക്കളുടെ പേരുകൾ ഇവയൊക്കെയാണ്: ചെമ്പരത്തി, കാക്കപ്പൂവ്, ആമ്പൽ, ചെമ്പകം, അരളി. ഇത് ബുക്കിൽ എഴുതിയെടുക്കണം. ഇനിയും പഴങ്ങളുടെ പേരുകളാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. അതാണ് ആപ്പിൾ, ചക്ക, അത്തിപ്പഴം, മാമ്പഴം, സപ്പോട്ട, പേരയ്ക്ക, നാരങ്ങ. ഇത്രയും നിങ്ങൾ അടയാളപ്പെടുത്തി ബുക്കിൽ എഴുതണം. അടുത്ത പ്രവർത്തനം അതിന് തൊട്ട് താഴെയുള്ളതാണ്. നിറം കൊടുക്കാം. പേജ് 58 നിറം കൊടുക്കാമെന്ന പ്രവർത്തനമാണ്. ആ പൂന്തോട്ടത്തിന് നല്ലൊരു നിറം കൊടുത്ത് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കണം. നിങ്ങൾ റെഡിയല്ലേ അതിന്? അടുത്തതായി ടീച്ചർ വാക്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതി. ഈ വാക്യങ്ങളെ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അതിനടിയിൽ വര വരയ്ക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ പാഠം നല്ലതുപോലെ വായിച്ചു നോക്കുക. അതിൽ അടയാളപ്പെടുത്തേണ്ട വാക്യങ്ങൾ ഞാൻ വായിച്ചു തരാം. നിങ്ങൾ പാഠം വായിച്ചിട്ട് ആ വാക്യം വരുമ്പോൾ അതിൻ്റെ അടിയിൽ വര വരയ്ക്കണം. എല്ലാവരും പാഠഭാഗമെടുത്ത് വായിക്കാൻ റെഡി ആയിക്കോളൂ. പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങിയോ? എങ്കിൽ ആദ്യത്തെ വാക്യം ഇതാ: അമ്മു പൂമ്പാറ്റ. വരച്ചോ? രണ്ടാമത്തേത് പൂന്തോട്ടത്തിൽ എത്തി. കണ്ടോ? അതിൻ്റെ അടിയിൽ വര വരയ്ക്കണം. അടുത്ത വാക്കാണ് എല്ലാം വെള്ളപ്പൂക്കൾ. ഈ വാക്യത്തിൻ്റെ അടിയിലും നിങ്ങൾ വര വരയ്ക്കണം. എല്ലാവരും വരച്ചോ? എങ്കിൽ അടുത്ത വാക്യം ഞാൻ പറയട്ടെ. ചെമ്പരത്തിക്ക് ചന്തം വന്നു. ഇത് അടയാളപ്പെടുത്തണം. അടുത്ത വാക്യമാണ് മറ്റു പൂക്കൾക്കും നിറം നൽകി. അടുത്ത വാക്യം ഒരാൾക്ക് മാത്രം സങ്കടം. ഈ രണ്ട് വാക്യം അടയാളപ്പെടുത്തിയോ? മറ്റു പൂക്കൾക്കും നിറം നൽകി, ഒരാൾക്ക് മാത്രം സങ്കടം. അടുത്ത വാക്യം അമ്മുവിൻ്റെ നിറമെല്ലാം പോയി. അമ്മുവിൻ്റെ നിറമെല്ലാം പോയി. അടുത്തതാണ് മഴവില്ല് പൂമ്പാറ്റയ്ക്ക് നിറം കൊടുത്തു. മഴവില്ല് പൂമ്പാറ്റയ്ക്ക് നിറം കൊടുത്തു.
എന്നും പഴം തിന്നാൻ ഒരു തോട്ടമുണ്ടാക്കാം. അടുത്ത വാക്യം ഇതാണ്. എന്നും പഴം തിന്നാൻ ഒരു തോട്ടമുണ്ടാക്കാം. അടുത്തതോ, വിത്തു നട്ടു ചെടി വളർന്നു. എല്ലാവർക്കും പാഠം വായിച്ചിട്ട് ഈ വാക്യങ്ങളെല്ലാം കിട്ടിയോ? എല്ലാവരും ഇത് അടയാളപ്പെടുത്തി ദിവസവും പാഠഭാഗം വായിച്ചു പഠിക്കണം. ഈ പാഠവുമായി ബന്ധപ്പെട്ട 2 പാട്ടുകൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ അവസാനം കാണിക്കാം. നിങ്ങൾ ആ പാട്ട് പാടി ചൊല്ലി ടീച്ചറിനെ കേൾപ്പിക്കണം. ഓക്കെ, ബൈ. നാളെ നല്ലൊരു ക്ലാസ്സുമായി കാണാം. ഓക്കെ, ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.